രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനായിട്ട് പോകുന്ന പോക്കിലാണ് ഋഷമുഖാചലത്തിൽ വെച്ച് സുഗ്രീവനെയും ഹനുമാനെയും ജാമ്പവാനെയും കണ്ടെത്തുന്നത്. അവിടെ വെച്ചിട്ട് സീതാന്വേഷണത്തിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോ അവരകത്തു നിന്ന് ഇതെടുത്തു കൊണ്ടു കൊടുത്തു. ഇങ്ങനെ ഒരു തുണിക്കെട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ കുറച്ച് ആഭരണങ്ങളുണ്ട്, അത് നിങ്ങളുടെ സീതാദേവിയുടേതാണോ എന്ന് നോക്കൂ. തുറന്നത് കണ്ടപ്പോഴേക്ക് രാമന്റെ വികാരങ്ങൾ പൊട്ടി ഒലിക്കുകയാണ്, പൊട്ടി ഒഴുകുകയാണ്. രാമൻ കരയുകയാണ്, എൻ്റെ ആഭരണങ്ങളെ നിങ്ങളും എൻ്റെ സീതാദേവിയെ ഉപേക്ഷിച്ചു പോയോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് രാമന്റെ കണ്ണുകളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. ലക്ഷ്മണനോട് ചോദിച്ചു, ലക്ഷ്മണ, ഇത് നിന്റെ ജ്യേഷ്ഠത്തിയുടെ കമ്മലല്ലേ? അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ജ്യേഷ്ഠാ. നിനക്ക് സംശയമാണോ? ഈ മാലയോ? അതും എനിക്കറിയില്ല. വളകളോ മോതിരമോ ഒന്നും ലക്ഷ്മണൻ അറിയില്ല. അവസാനം പാദസരങ്ങൾ കാണിച്ചപ്പോ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. അമ്മയ്ക്ക് തുല്യമായിട്ട് ഞാൻ എപ്പോഴും രാവിലെ ആ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, അപ്പോ ആ പാദസരം ഞാൻ കാണലുണ്ട് എന്ന് പറയുന്ന മര്യാദാ പുരുഷോത്തമൻ ആരാ? രാമനല്ല മര്യാദാ പുരുഷോത്തമൻ, ലക്ഷ്മണനാ. എന്തൊരു മര്യാദയാ! ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞിട്ട് ജ്യേഷ്ഠപത്നിയെയും കൂട്ടി വരുമ്പോ കയ്യിൽ എത്ര പവന്റെ വളയുണ്ട്, നെക്ലേസിന് എത്ര തൂക്കമുണ്ട് എന്ന് അളക്കുന്ന അനുജനല്ല ലക്ഷ്മണൻ. ആ മര്യാദ മനസ്സിലായോ? ആ ലക്ഷ്മണൻ, അതാണ് ജ്യേഷ്ഠത്തിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ബന്ധം. ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ ജീവിതം പട്ടികൾക്ക് തുല്യമാവില്ലെന്ന്. ഇതെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവൂ? ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് ബന്ധങ്ങളൊന്നും നോക്കണ്ട, വെറും ഒരു ലൈംഗിക ഉപകരണമായി കാണുന്ന വൃത്തികെട്ട യുവാക്കൾ ഇല്ലുമിനാട്ടികളായി വളർന്നു വരുമ്പോ ഇതിന്റെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം മനസ്സിലായോ? ഇല്ലുമിനാട്ടി എന്ന് പറഞ്ഞ് തുള്ളുന്ന കുട്ടികളില്ലേ, ആ കുട്ടികൾ എന്താ പാടുന്ന? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനും ഉണ്ട് അവകാശം. കനിനിറമെടുത്തണിയണ നെഞ്ചെ, കാട്ടുതോന്യാസം. ഇതാ പുതിയ കുട്ടികളെ പാട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. ഇതാ കുട്ടികളെ പാട്ട്. കുട്ടികളെ കുറ്റം പറയണ്ട. നിങ്ങൾ ഈ രാമായണത്തിന്റെ ഒരു പാഠം, ഒരർത്ഥം മക്കൾക്ക് പറഞ്ഞു കൊടുത്തോ? വട്ടത്തിൽ ഇരുന്ന് ചർച്ച ചെയ്തോ? കുട്ടികൾ അങ്ങനെ മൊബൈലും കൊണ്ട് അണി റോസിനെ നോക്കിയിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ രാമായണം വായിക്കും. എന്ത് കാര്യം? ഇത് കഥ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതിന്റെ മൂല്യം പറഞ്ഞു കൊടുക്കണ്ടേ?